ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, അപ്പൊ നമ്മുടെ ഓണം വെക്കേഷനും ഓണം എക്സാമിനും ഒക്കെ ശേഷം, അല്ലെ ഒരു ബ്രേക്കിനൊക്കെ ശേഷം ഇതാ നമ്മളൊരു ചാപ്റ്റർ ബേസ്ഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം, കാന്തികത എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന്, അല്ലെ ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ടല്ലേ, NMMS എക്സാം, അതിനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആരെങ്കിലും NMMS എക്സാമിന് എനിക്ക് അതൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞ അവിടെ വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ഓർത്ത് വെച്ചാൽ വളരെ വലിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുന്നത്. അത് മാത്രമല്ല, ആ പൈസന്റെ കാര്യം മാത്രമല്ല അല്ലെ, അത് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ സ്കൂളിൽ തന്നെ ഭയങ്കര ഒരു പവർ ആയിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കോളൂ കേട്ടോ. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൂടെയുണ്ട്. വേണ്ട കോച്ചിങ് ഒക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ മക്കളെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, കൃത്രിമ കാന്തം. അതിന് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ. എന്താണ്? ബാർ മാഗ്നറ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് എന്തായിരിക്കും? നാച്ചുറൽ മാഗ്നറ്റ്, സ്വാഭാവിക കാന്തത്തിന് ഒരു എക്സാമ്പിൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ് അല്ലെ. കാരണം നമുക്കറിയാം മാഗ്നറ്റ്, കാന്തങ്ങൾ എന്ന് പറയുന്നത് 2 ടൈപ്പ് ആണുള്ളത്: നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും. എന്താണ്? സ്വാഭാവിക കാന്തങ്ങളും കൃത്രിമ കാന്തങ്ങളും. അപ്പൊ അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം. നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടായത് അല്ലെ, സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയത്, ആരും ഉണ്ടാക്കിയതല്ല, പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നത്. അതിന് എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ലോഡ് സ്റ്റോൺ, അല്ലെങ്കിൽ നമ്മൾ ലീഡിംഗ് സ്റ്റോൺ എന്നൊക്കെ വിളിക്കും. കണ്ടോ, ഇതുപോലെ കല്ലുകൾ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, കൃത്രിമ കാന്തങ്ങൾ. അതെന്ന് പറഞ്ഞാല് നമ്മൾ പല ഡിവൈസസിന്റെ ഉള്ളിലും നമ്മളിങ്ങനെ മാഗ്നറ്റ്സ്, കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സൗകര്യപ്രദം നമ്മൾ പല പല ഷേപ്പുകളിലും സൈസുകളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുണ്ടാക്കി എടുക്കുന്നുണ്ട് അല്ലെ. അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് അല്ലെങ്കിൽ കൃത്രിമ കാന്തങ്ങൾ. ചോദിച്ചാൽ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ നീളത്തിലുണ്ടല്ലോ, ഈ ബാർ പോലെ കാണുന്നതാണ് ബാർ മാഗ്നറ്റ്. ഇതാണ് നമ്മുടെ റിംഗ് മാഗ്നറ്റ്. ഈ യു പോലെ കാണുന്ന നമ്മുടെ യു മാഗ്നറ്റ്, യു കാന്തം. ഇതിന് വളരെ ശക്തി ഉണ്ടാകും കേട്ടോ. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിന് വളരെ ശക്തി, വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. ലോഡ് സ്റ്റോൺ അല്ലെ, ലീഡിംഗ് സ്റ്റോൺ, നമ്മുടെ നാച്ചുറൽ മാഗ്നറ്റിന് ശക്തി വളരെ കുറവായിരിക്കും. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ലോഡ് സ്റ്റോൺ എന്ന് എഴുതി കൊടുക്കാം അല്ലെ. ലോഡ് സ്റ്റോൺ. ഓക്കെ, ലോഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലീഡിംഗ് സ്റ്റോൺ എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. സെറ്റ് ആണല്ലോ, റെഡി? ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാണ്. അപ്പൊ NMMS എക്സാമിന് ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ വരിക അല്ലെ, പക്ഷെ ഓപ്ഷൻസിൽ നിന്നും തെരഞ്ഞെടുക്കാം അല്ലെ. അപ്പൊ നമ്മൾ തിയറി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ നമുക്ക് തള്ളാൻ ഭയങ്കര സുഖമാണ് അല്ലെ. അപ്പൊ പഠിച്ചു വെച്ച മക്കളെ, ഒരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ബാർ മാഗ്നറ്റ് എടുക്കുന്നത്, എല്ലാ മാഗ്നറ്റിന്റെ കേസും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന് 2 പോൾസ് ഉണ്ടാകും. ഒരു പോളിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് വിളിക്കും, മറ്റേ പോൾ നമ്മൾ സൗത്ത് പോൾ എന്ന് വിളിക്കും അല്ലെ. നോർത്തും സൗത്തും ഉണ്ടാകും. മാഗ്നറ്റ് ഹാസ് 2 പോൾസ് അല്ലെ. കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾ 2 മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത് കൊണ്ട് വെക്കുക എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അടുത്ത് കൊണ്ടുവെക്കാണ് 2 മാഗ്നറ്റുകളെ. ഓക്കെ, ഒരു മാഗ്നറ്റ് അതിന് നോർത്തും സൗത്തും ഉണ്ട്, മറ്റൊരു മാഗ്നറ്റ് അതിനും സെയിം നോർത്തും സൗത്തും ഉണ്ട് അല്ലെ. എല്ലാ മാഗ്നറ്റുകൾക്കും എന്താണ്, 2 പോളുകൾ വേണം കേട്ടോ, നിർബന്ധമാണ്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഇയാളുടെ നോർത്തും ഇയാളുടെ സൗത്തും അല്ലെ, ഒരു നോർത്തും ഒരു സൗത്തും അൺലൈക്ക് പോൾസ് ആണ് അല്ലെ, ഒരുപോലെ അല്ലല്ലോ. ഒന്ന് N ആണ്, ഒന്ന് S ആണ്. അതിനെ മലയാളത്തിൽ നമ്മൾ വിളിക്കും വിജാതീയ ധ്രുവങ്ങൾ. ഇവര് 2 പേരും അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നോക്കിയാലോ. They will attract, they will make some love അല്ലെ. അവരെന്താണ്, ആകർഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അവരെന്ത് ചെയ്യും, ആകർഷിക്കും. അപ്പൊ 2 അൺലൈക്ക് പോൾസ് അല്ലെ, വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആകർഷിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നോർത്തും സൗത്തും അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, they will make some love എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലേ. അവരെന്ത് ചെയ്യും, ആകർഷിക്കും, അട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് ലൈക്ക് പോൾസ് അല്ലെ, നോർത്ത് അടുത്തതൊരു മാഗ്നറ്റിന്റെ അതേ പോള് അല്ലെ, നോർത്ത് തന്നെ ഞാൻ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നും അല്ലെങ്കിൽ ലൈക്ക് പോൾസ്, അതിന് മലയാളത്തിൽ നമ്മൾ പറയും സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കിക്കോളൂ. അവരെന്ത് ചെയ്തു, അകന്നു പോയി അല്ലെ. അവരെന്ത് ചെയ്തു, വികർഷിച്ചു, റിപ്പല് ചെയ്തു. അപ്പൊ നമുക്ക് പറയാം എന്നും അല്ലെങ്കിൽ SMS അടുത്ത് വന്നു കഴിഞ്ഞാൽ they will repel each other or they will വികർഷിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സെറ്റ് ആണല്ലോ, റെഡിയാന്ന് എനിക്ക് അറിയാം. ഓക്കെ,
പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുണ്ട്. മാഗ്നറ്റ് ഹാസ് 2 poles. കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. ലൈക്ക് പോൾസ് റിപ്പൾസ്. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു. അൺലൈക്ക് പോൾസ് അട്രാക്ട്. വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. സിമ്പിൾ ആണല്ലോ, ആണല്ലേ? റൈറ്റ് എനി 2 examples for magnetic material. കാന്തിക വസ്തുക്കൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. കുറെ ഒന്നും എഴുതണം, വെറും 2 എണ്ണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുത്തുവിടാം. എന്താ ഈ കാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെറ്റീരിയൽസ് വിച്ച് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് അല്ലെ. കാന്തവുമായി ഒട്ടിപ്പിടിക്കുന്ന മെറ്റീരിയൽസ് ആണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലെ. ഇരുമ്പ്, സ്റ്റീല് അല്ലെ, അയൺ, സ്റ്റീൽ ഒക്കെ നമുക്ക് ഇതിനെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അകാന്തിക വസ്തുക്കൾ, ദ മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ്. കാന്തവുമായിട്ട് ഒട്ടിപ്പിടിക്കാത്ത വസ്തുക്കൾ അല്ലെ. നമ്മളെ കയ്യിൽ കാന്തമൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതല്ലേ. കേട്ടാ, പേപ്പറുമായിട്ട് നിങ്ങൾ ഒരു കാന്തം കൊണ്ടുപോയി കഴിഞ്ഞാൽ പേപ്പറിൽ അത് ഒട്ടിപ്പിടിക്കോ? ഇല്ല അല്ലെ. ക്ലോത്തുമായിട്ട് കൊണ്ടുപോയാൽ പറ്റുമോ? പറ്റില്ല അല്ലെ. വുഡ് ഒരു മരക്കഷ്ണവുമായിട്ട് ചെയ്യോ? പറ്റില്ല അല്ലെ. അപ്പൊ അതാണ് നമ്മളുടെ അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. NOS എക്സാമിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. When a magnet freely suspended, it will align in north-south direction. മലയാളം പറഞ്ഞുതരാം. എന്താണ്? ഒരു കാന്തം നമ്മൾ സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് തൂക്കിയിട്ടാൽ, ഒരു കാന്തത്തിന് നമ്മൾ ഒരു ബാർ മാഗ്നറ്റാ വിചാരിച്ച ഒരു ബാർ കാന്തത്തിനെ നമ്മളുടെ നൂലിൽ കെട്ടി വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാല് അത് തെക്ക് വടക്ക് ദിശയിൽ നിൽക്കും. എന്താണ്? തെക്ക് വടക്ക്, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. അതിന്റെ കാരണം എന്താ? അതിന്റെ സവിശേഷ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്താ പേര് വിളിക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം. ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ദിശാസൂചക സ്വഭാവം. എന്താണ്? ഡയറക്ഷണൽ പ്രോപ്പർട്ടി. നമ്മൾ വെറുതെ ഒരു കാന്തത്തിന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് കുറെ നേരം ഇങ്ങനെ ആടി കളിച്ചാലും ലാസ്റ്റ് അത് ഇങ്ങനെ വന്ന് നിൽക്കൂലേ. അത് നിൽക്കുന്ന എപ്പോഴെന്താണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നിൽക്കുക. ആരുടെ നോർത്ത് സൗത്ത് ആണ്? നമ്മുടെ ഭൂമിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നിൽക്കുക. അങ്ങനെയാ പറയണ്ടത് കേട്ടാ. ഓക്കെ, അല്ലാതെ അതിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ അല്ല. അതിന് സ്വന്തമായിട്ട് നോർത്ത് സൗത്ത് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഭൂമിന്റെ നോർത്തിലോട്ട് അതിന്റെ നോർത്തും നമ്മുടെ ഭൂമിന്റെ സൗത്തിലോട്ട് അതിന്റെ സൗത്തും തിരിഞ്ഞിങ്ങനെ നിൽക്കും. ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ദിശാസൂചക സ്വഭാവം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അത് പഠിച്ചു വെക്കണം. ഓക്കെ, സെറ്റ് ആണ്. നെക്സ്റ്റ് ഇത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സ്വഭാവം ഏത്? ഈ ഒരു സവിശേഷത ഏത് സവിശേഷത? ഡയറക്ഷണൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ദിശാസൂചക സ്വഭാവം ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേര്. നമ്മൾ ഈ ഒരു സവിശേഷത നമ്മളൊരു ഡിവൈസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരെന്താണ്? ഞാൻ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഡിവൈസിന് ഇതൊക്കെ നിങ്ങൾ കണ്ട കാര്യമാണല്ലേ. പണ്ട് കാലത്തെ ആൾക്കാർ യാത്ര ചെയ്യാനൊക്കെ ദിശ മനസ്സിലാക്കാൻ, ദിക്കുകൾ അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തിന്റെ പേരെന്താണ്? താഴെ കമന്റ് ചെയ്യണം. കൂടെ ഇപ്പൊ നിങ്ങൾ സ്കൂളൊക്കെ തുറന്ന് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഓണം എക്സാമിന്റെ പേപ്പർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഫിസിക്സിന്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പൊ ഫിസിക്സിലെ മാർക്കും താഴെ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ ലൈവുകളും മാരത്തോണുകളും ഒക്കെ നിങ്ങൾക്ക് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു എക്സാമിന്റെ സമയത്ത്. അപ്പൊ അതൊക്കെ കണ്ടതുകൊണ്ട് നല്ല മാർക്ക് കിട്ടി എന്നുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ആൻസർ മറക്കണ്ട. ബൈ, താങ്ക് യു സോ മച്ച്.